ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവരും ക്ലാസ്സിന് റെഡി ആയിട്ടിരിക്കുമല്ലേ? നമ്മൾ കഴിഞ്ഞ ആഴ്ച എന്താ പഠിച്ചേ? കഴിഞ്ഞ ആഴ്ച 1-ാം പാഠത്തിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ നമ്മൾ പഠിച്ചു വെച്ചായിരുന്നു. അപ്പോൾ സിസ്റ്റർ ഒരു ഹോംവർക്ക് തന്നു വിട്ടായിരുന്നു. എന്തായിരുന്നു ആ ഹോംവർക്ക്? നോട്ട്ബുക്കിലൊക്കെ എഴുതാനൊരു വചനം പറഞ്ഞല്ലേ? ഏത് വചനാ പറഞ്ഞിരുന്നേ? ഏതായിരുന്നു? ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനുമാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 10-ാം വാക്യം. എങ്ങനെയായിരുന്നു സിസ്റ്റർ അതിന് ആക്ഷൻ കാണിച്ചതെന്ന് ഓർമ്മയുണ്ടോ? എങ്ങനെയാ? ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനുമാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 10-ാം വാക്യം. അതെല്ലാവരും ബുക്കിൽ എഴുതിയിട്ടുണ്ടല്ലോ അല്ലേ? എല്ലാവരും ബുക്കിൽ എഴുതി പഠിച്ചു വയ്ക്കണം കേട്ടോ. പിന്നെ നമ്മൾ എന്തൊക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്? നമ്മൾ പഠിച്ചു പിതാവായ ദൈവം കൃഷിക്കാരനാണ്, ഈശോ മുന്തിരിച്ചെടിയാണ്, നമ്മൾ ഓരോരുത്തരും മുന്തിരിച്ചെടിയായ ഈശോയിലെ ശാഖകളാണ് അല്ലേ? അപ്പം മുന്തിരിച്ചെടിയായ ഈശോയോട് ചേർന്ന് നിന്നാൽ നമുക്ക് ഒത്തിരി ഫലങ്ങൾ പുറപ്പെടുവിക്കാം. ഇനി ഈശോയോട് ചേർന്ന് നിൽക്കാതെ ഈശോയിൽ നിന്ന് മാറിപ്പോയാൽ എന്നാ പറ്റും? നമ്മളെല്ലാം കരിഞ്ഞു ഉണങ്ങി ഒരു ഫലവും പുറപ്പെടുവിക്കാൻ പറ്റാത്തവരായി പോവും അല്ലേ? അപ്പം ഇനി നമ്മൾ ഈ ക്ലാസ്സിൽ എന്ത് പഠിക്കണം? എങ്ങനെയാണ് ഈശോയോട് ചേർന്ന് നിൽക്കാൻ പറ്റുന്നത്? ഈശോയിൽ വിശ്വസിച്ച് അവിടുത്തെ വചനങ്ങൾ പാലിച്ച് നമ്മൾ അവിടുത്തോട് ചേർന്ന് നിൽക്കണം. അപ്പോൾ സിസ്റ്റർ നിങ്ങൾക്ക് ഇന്നൊരു പാട്ട് പാടിത്തരാം. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. വാ 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 വേഗം വാ വാ, പോകാം പോകാം വേഗം പോകാം, ജെറുസലേം നാഥൻ്റെ കൂട്ടുകൂടി ഇന്ന് സ്വർഗമെന്ന ലക്ഷ്യമായി പോകാം പോകാം. വാ 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 വേഗം വാ വാ, പോകാം പോകാം വേഗം പോകാം, ജെറുസലേം നാഥൻ്റെ കൂട്ടുകൂടി ഇന്ന് സ്വർഗമെന്ന ലക്ഷ്യമായി പോകാം പോകാം. മെല്ലെ 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 പോയാൽ സ്വർഗത്തിലെത്തുകയില്ല, മെല്ലെ 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 പോയാൽ സ്വർഗത്തിലെത്തുകയില്ല. വേഗം 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 നന്മ ചെയ്തു പോയാൽ, വേഗം 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 നന്മ ചെയ്തു പോയാൽ സ്വർഗത്തിലെത്തിടുമല്ലോ. പാട്ട് കേട്ടോ എല്ലാവരും? അപ്പോൾ ഇതിൻ്റെ ആക്ഷൻ എങ്ങനെയാണെന്ന് നോക്കിയാലോ? നോക്കാം അല്ലേ? വാ 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 വേഗം വാ വാ, പോകാം പോകാം വേഗം പോകാം, ജെറുസലേം നാഥൻ്റെ കൂട്ടുകൂടി ഇന്ന് സ്വർഗമെന്ന ലക്ഷ്യമായി പോകാം പോകാം. വാ 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 വേഗം വാ വാ, പോകാം പോകാം വേഗം പോകാം, ജെറുസലേം നാഥൻ്റെ കൂട്ടുകൂടി ഇന്ന് സ്വർഗമെന്ന ലക്ഷ്യമായി പോകാം പോകാം. മെല്ലെ 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 പോയാൽ സ്വർഗത്തിലെത്തുകയില്ല, മെല്ലെ 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 പോയാൽ സ്വർഗത്തിലെത്തുകയില്ല. വേഗം 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 നന്മ ചെയ്തു പോയാൽ, വേഗം 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 നന്മ ചെയ്തു പോയാൽ സ്വർഗത്തിലെത്തിടുമല്ലോ, സ്വർഗത്തിലെത്തിടുമല്ലോ. ആക്ഷനൊക്കെ കണ്ടില്ലേ? ഈ ആക്ഷനൊക്കെ മനസ്സിലോർത്തിരുന്ന് നന്നായിട്ട് ഈ ആക്ഷൻ സോങ് കളിച്ച് പഠിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ആക്ഷൻ സോങ്ങിൽ കൂടി എന്താ പറഞ്ഞേ? എന്ത് ചെയ്യണം? സ്വർഗത്തിലെത്താൻ ഈശോയുടെ കൈ പിടിച്ച് ഈശോയോട് കൂട്ടുകൂടി സ്വർഗത്തിലേക്ക് നമ്മൾ എത്തിച്ചേരണം. ഇനി സ്വർഗത്തിലെത്താൻ എന്നാ ചെയ്താൽ പോരാ? മെല്ലെ മെല്ലെ മെല്ലെ. നമ്മുടെ പണ്ടത്തെ ആമയുടെയും മുയലിൻ്റെയും കഥയിൽ ആമ പതുക്കെ പതിയാണേലും അവിടെ എത്തി. പക്ഷേ മുയലച്ചൻ എന്നാ ചെയ്തു? കിടന്നുറങ്ങി. അപ്പോൾ എന്താ പറഞ്ഞേ? മെല്ലെ 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 പോയാൽ എവിടെ എത്തിയേല?
സ്വർഗത്തിൽ എത്തിയേല. എന്ത് ചെയ്യണം? വേഗം 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 നന്മ ചെയ്ത് പോണം. അപ്പോൾ നന്മ ചെയ്ത് ഈശോയുടെ കൈയും പിടിച്ച് പോയാൽ നമ്മൾ എവിടെ എത്തും? സ്വർഗത്തിലെത്തും അല്ലേ? അപ്പോൾ നമുക്ക് ഈശോയുടെ കൈ പിടിച്ച് ഈശോയോട് ചേർന്ന് പോകണമെങ്കിൽ എന്ത് ചെയ്യണം? നന്മ ചെയ്യണം. പിന്നെ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, ഈശോയുടെ കൽപ്പന പാലിക്കണം. എന്തൊക്കെയാണ് ഈശോയുടെ കൽപ്പന? ഈശോ 10 കൽപ്പന തന്നിട്ടുണ്ടല്ലേ? ഈ 10 കൽപ്പന ഈശോ നൽകിയിരിക്കുന്നത് നമ്മൾ പാലിച്ചാൽ നമുക്ക് ഈശോയോട് ചേർന്ന് നിന്ന് ജീവൻ്റെ ഉറവിടമായ ഈശോയിൽ നിന്ന് ജീവരസം സ്വീകരിച്ച് സ്വർഗത്തിൽ എത്തിച്ചേരാനും നല്ല ഫലം പുറപ്പെടുവിക്കുവാനും സാധിക്കും അല്ലേ? അപ്പോൾ ഈ 10 കൽപ്പനകളിലും ഈശോ നമ്മളോട് പറയുന്നത് വേറൊന്നുമല്ല. എന്താ പറയുന്നതെന്നറിയാമോ? ദൈവത്തെ സ്നേഹിക്കുക, നിങ്ങളുടെ കൂട്ടുകാരെയൊക്കെ നന്നായിട്ട് സ്നേഹിക്കുക, അവർക്ക് ആവശ്യമായ നന്മകളൊക്കെ ചെയ്തു കൊടുക്കുക. ഇതൊക്കെയാണ് ഈശോ നമ്മളോട് പറയുന്നത്. അപ്പോൾ ഈ 1-ാമത്തെ അധ്യായത്തിൽ നമ്മൾ പഠിച്ച കാര്യം എന്തൊക്കെയാണ്? കൃഷിക്കാരനായ ദൈവം, മുന്തിരിച്ചെടിയായ ഈശോ, ശാഖയായ നമ്മൾ ഈശോയോട് ചേർന്ന് നിന്ന് ഫലം പുറപ്പെടുവിക്കണം. ഫലം പുറപ്പെടുവിക്കുവാൻ ഈശോയെ വിശ്വസിച്ച് ഈശോയുടെ കൽപ്പനകൾ പാലിച്ച് ചേർന്ന് നിന്ന് ഈശോയിൽ നിന്ന് ജീവരസം സ്വീകരിച്ച് ധാരാളം ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവരാകണം. ഇനി നമുക്ക് നമ്മുടെ പുസ്തകത്തിൽ നമ്മൾക്ക് കുറേ പ്രവർത്തനങ്ങൾ തന്നിട്ടുണ്ട്. ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ? ഒരു പാട്ട് ആദ്യം തന്നിട്ടുണ്ട്, നമുക്കതൊന്ന് പാടാം അല്ലേ? എന്നിൽ നിങ്ങൾ നിവസിക്കും ഞാൻ നിങ്ങളിലും, മുന്തിരി ശാഖ തരില്ല ഫലം ചെടിയിൽ നിന്നും വേർപെട്ടാൽ. അപ്പോൾ ഇപ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് അല്ലേ ഇതിനകത്ത് പറഞ്ഞത്. എന്നിൽ നിങ്ങൾ നിവസിക്കും ഞാൻ നിങ്ങളിലും. ഇത് ആരാ ഇങ്ങനെ പറഞ്ഞത്? ഈശോ പറഞ്ഞല്ലേ? എന്നിട്ട് എന്താ പറഞ്ഞേ? ചെടിയിൽ നിന്ന് വേർപെട്ട് പോയാൽ മുന്തിരിശാഖ ഫലം തരില്ല. ഇനി നമുക്ക് നിങ്ങളുടെ എല്ലാം കയ്യിൽ വിശുദ്ധ ഗ്രന്ഥം അല്ലേ, നമ്മുടെ ബൈബിളില്ലേ? കഴിഞ്ഞ ആഴ്ച സിസ്റ്റർ നിങ്ങളോട് പറഞ്ഞിരുന്നു എന്താണ്? വിശുദ്ധ ഗ്രന്ഥം നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണമെന്ന് പറഞ്ഞു. എല്ലാവരും കയ്യിലിരിക്കുന്ന ബൈബിളൊന്ന് എടുത്തേ. കയ്യിലെടുത്തിരിക്കുന്ന ബൈബിൾ എടുത്തിട്ട് എന്ത് ചെയ്യണം? അത് ആചാരം ചെയ്ത് ഒന്ന് മുത്തണം അല്ലേ? എന്നിട്ട് തുറക്കണം. ഏത് സുവിശേഷമാണ്? വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളാണ് നമുക്ക് വായിക്കേണ്ടത്. സിസ്റ്റർ ഒന്ന് വായിക്കാം. എല്ലാവരും ബൈബിളിൽ നോക്കിയിരിക്കണം കേട്ടോ. ഞാൻ സാക്ഷാൽ മുന്തിരിച്ചെടിയും എൻ്റെ പിതാവ് കൃഷിക്കാരനുമാണ്. എൻ്റെ ശാഖകളിൽ ഫലം തരാത്തതിനെ അവിടുന്ന് നീക്കിക്കളയുന്നു. എന്നാൽ ഫലം തരുന്നതിനെ കൂടുതൽ കായ്ക്കാനായി അവിടുന്ന് വെട്ടിയൊരുക്കുകയും ചെയ്യുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. നിങ്ങൾ എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. മുന്തിരിച്ചെടിയിൽ നിൽക്കാതെ ശാഖയ്ക്ക് സ്വയമേവ ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കാത്തതുപോലെ എന്നിൽ വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കും സാധിക്കുകയില്ല. ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. ആര് എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവൻ ഏറെ ഫലം പുറപ്പെടുവിക്കുന്നു. എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല. എന്നിൽ വസിക്കാത്തവൻ മുറിച്ച ശാഖ പോലെ പുറത്തെറിയപ്പെടുകയും ഉണങ്ങിപ്പോവുകയും ചെയ്യുന്നു. അത്തരം കമ്പുകൾ ശേഖരിച്ച് തീയിലിട്ട് കത്തിച്ചു കളയുന്നു. നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ ധാരാളം ഫലം പുറപ്പെടുവിക്കുകയും അങ്ങനെ എൻ്റെ ശിഷ്യന്മാരായിരിക്കുകയും ചെയ്യുന്നതുവഴി പിതാവ് മഹത്വപ്പെടുന്നു. പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു. നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ. ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. ഇനി നമുക്ക് എന്താ ചെയ്യാനുള്ളത്? നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണുകളടച്ച് കൈയൊക്കെ കൂപ്പി പിടിക്കണം കേട്ടോ.
ഞങ്ങൾക്ക് ദൈവിക ജീവൻ പകർന്നു തന്ന ഞങ്ങളുടെ നല്ല ഈശോയെ എപ്പോഴും അങ്ങയോട് ചേർന്ന് നിന്നുകൊണ്ട് നന്മയുടെ ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കണ്ണുകളെല്ലാവരും തുറന്നോ, ബാക്കി പുസ്തകത്തിൽ നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് പഠിക്കാനൊരു വചനമുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വേറൊരു വചനം പഠിച്ചായിരുന്നു. ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന വചനം ഒരേ സുവിശേഷത്തിൽ തന്നെയാണ്. ഏത്? വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 5-ാം വാക്യം. ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. ആര് എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവൻ ഏറെ ഫലം പുറപ്പെടുവിക്കുന്നു. ഈ വചനം നോട്ട്ബുക്കിൽ എഴുതി പഠിക്കണം കേട്ടോ. അപ്പോൾ നമുക്കൊരു തീരുമാനം എടുക്കാം. എന്താണ്? ഞാൻ ഈശോയെ സ്നേഹിക്കും, അവിടുത്തെ വചനങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കും. ഈ 4-ാം ക്ലാസ്സിൽ മാത്രമുള്ള തീരുമാനമാണോ ഇത്? അല്ല. ഇനി നമ്മുടെ ജീവിതത്തിൽ മുഴുവൻ നമുക്ക് എന്തു ചെയ്യണം? ഇങ്ങനെ ഈ ഒരു തീരുമാനം, ഈശോയെ സ്നേഹിച്ചും ഈശോയുടെ വചനങ്ങൾ പാലിച്ചും ജീവിക്കണം. അപ്പോൾ നമുക്ക് ഇനി ഒരു ആക്ഷൻ സോങ് സിസ്റ്റർ ഇവിടെ പ്ലേ ചെയ്യും. എല്ലാവർക്കും കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ അധ്യായത്തിൽ 2 വചനം കാണാതെ പഠിച്ചു അല്ലേ? ആ 2 വചനവും നമ്മളുടെ ബുക്കിലുണ്ടായിരിക്കണം കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യാം? നമുക്ക് ഈശോയോട് ചേർന്ന് നിന്ന് ഈശോയുടെ വചനങ്ങൾ പാലിച്ച് ഈശോയെ സ്നേഹിച്ച് എല്ലാവരെയും സ്നേഹിച്ച് നമുക്ക് ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ട കുഞ്ഞു മക്കളായി ജീവിച്ച് നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവരാക്കാം. എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.